ഇഡി കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന CPM വാദത്തെ പിന്തുണയ്ക്കാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മാസപ്പടി കേസിൽ CPI കക്ഷിയല്ല എന്നും CPIക്ക് അതിന് താല്പര്യമില്ല എന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു. ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ലല്ലോ. ഇതിലൊന്നും CPI കക്ഷിയേ അല്ല. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനില്ല. ഇതില്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, ഒരു ബന്ധമില്ല. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ്, മാസപ്പടി കേസിൽ വല്യേട്ടൻ സ്നേഹമൊന്നും വേണ്ട, അത് കയ്യിൽ വെച്ചിരുന്നാൽ മതിയെന്നാണോ ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത്? CPM വാദത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെ ഒറ്റ വാക്കിൽ തള്ളുകയാണ് ബിനോയ് വിശ്വം. എങ്ങനെ നോക്കിക്കാണാം ഈ നീക്കത്തെ? അശ്വതി, കഴിഞ്ഞ ദിവസം ഇഡിയുടെ ഒരു പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. കാരണം ഇഡി പത്രക്കുറിപ്പ് ഇതായിരുന്നു, നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 85 ലക്ഷം രൂപയുടെയുമായി ബന്ധപ്പെട്ടൊരു ഇഡിയുടെ ഒരു പത്രക്കുറിപ്പുണ്ട്. അത് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പാർട്ടി വേറെ ബിസിനസ് വേറെ എന്നാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. CPM കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇഡി രാഷ്ട്രീയപ്രേരിതമായിട്ടാണ് ഇപ്പോൾ കേസുകൾ ചുമത്തുന്നത്, അല്ലാതെ തങ്ങളുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ വീണ വിജയന്റെ ഭാഗത്തുനിന്ന് ഒരു മാസപ്പടി ഇടപാടുകളും നടന്നിട്ടില്ല എന്നുള്ള വാദിക്കാനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നത്. എന്നാൽ ഒരേ മുന്നണിയിൽ തന്നെയുള്ള രണ്ടാമനായ CPI ഇത് എതിർത്തിരിക്കുകയാണ്. കാരണം ബിസിനസ് വേറെ, അതുപോലെ തന്നെ രാഷ്ട്രീയം വേറെ എന്നാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഈ മാസപ്പടി കേസിൽ CPMനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം വ്യക്തമായ തെളിവുകൾ ഓരോ ദിവസം കഴിയുന്തോറും വീണ വിജയനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ CPMനെ കൈയൊഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ CPM ഇപ്പോഴും പൂർണ്ണമായിട്ടും വീണ വിജയനെ അതുപോലെ തന്നെ പിണറായി വിജയനെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ CPI ഇപ്പോൾ പൂർണ്ണമായിട്ടും വീണ വിജയനെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും CPMനെയും തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമായ തെളിവുകളാണ് വീണ വിജയനെതിരെ ഈ മാസപ്പടി കേസിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായി ഇഡി കഴിഞ്ഞ ദിവസത്തെ പത്രക്കുറിപ്പിലും വീണ വിജയന്റെ വ്യക്തമായ പങ്കുകൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹവാല ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായി ഈ വരും ദിവസങ്ങളിൽ തന്നെ വീണ വിജയൻ കൂടുതൽ കുരുക്കിലേക്ക് പോകുമെന്ന് വ്യക്തമായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPI പൂർണ്ണമായിട്ടും CPMനെയും അതുപോലെ തന്നെ വീണ വിജയനെയും കൈയൊഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണേലും ഇടത് രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, അത് വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് ബിനോയ് വിശ്വം. തങ്ങൾക്കിതൊന്നും പങ്കില്ല എന്നാണ് CPMനെ തള്ളിക്കൊണ്ട് CPI ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെയാണ് ഈ നിലപാട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ജ്യോതിഷ് ജനാർദ്ദനൻ.